നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കുവാൻ ആയിരങ്ങളെത്തി. അഭീഷ്ടവരദായിനിയായ പനച്ചിക്കാട്ടമ്മയുടെ സവിധത്തിലെത്തി അക്ഷരഗംഗയിൽ നീരാടി വിശ്വാസ നിറവിൽ ആദ്യാക്ഷരം കുറിക്കുവാൻ കുരുന്നുകളുമായി മാതാപിതാക്കൾ ക്ഷേത്രത്തിലെത്തി. പുലർച്ചെ 4-ന് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 4 വരെയാണ് ചടങ്ങുകൾ നടക്കുക. സരസ്വതി നടയ്ക്ക് സമീപം പ്രത്യേക മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്ത്. ചടങ്ങ് കഴിഞ്ഞാൽ വിഷ്ണു നടയിൽ തൊഴുതു മടങ്ങാൻ കഴിയുന്ന വിധമാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അക്ഷരദേവതയെ സ്തുതിച്ച് 56 ഗുരുക്കന്മാരാണ് എഴുത്തിനിരുത്ത് ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. 1000-ലേറെ വർഷം പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രവുമുണ്ട്. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റേതാണെങ്കിലും സരസ്വതി ദേവിയുടെ നാമത്തിലാണ് ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത്. ഒരിക്കലും വറ്റാത്ത നീരുറവയുള്ള സരസിലാണ് മൂകാംബിക സാന്നിധ്യമുള്ള സരസ്വതി പ്രതിഷ്ഠയുള്ളത്. നവരാത്രി കാലത്ത് കലാകാരന്മാരും സാഹിത്യകാരന്മാരും നവരാത്രി നാളുകളിൽ സരസ്വതി മണ്ഡപത്തിലെത്തി കലാപരിപാടികൾ അവതരിപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം തേടുന്നു. അർപ്പണ ബുദ്ധിയോടെ ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയെ പാകപ്പെടുത്തിയെടുക്കാം. നൃത്തം, സംഗീതം, കരകൗശലം, അക്ഷരം, സാഹിത്യം, ബുദ്ധിശക്തി എന്നിവ സരസ്വതി ദേവിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്നത് ഭക്തർക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ കീഴിലുള്ള വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് അനീഷ് ശാന്തി, വിമൽ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ വിജയദശമിയും വിദ്യാരംഭ ചടങ്ങും നടന്നു. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് അനീഷ് ശാന്തി, വിമൽ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ ഡോക്ടർ PC രവീന്ദ്രനാഥ്, ഇടുക്കി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സാബു തോമസ്, M ചന്ദ്രൻ എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. ദേവിയുടെ ചൈതന്യത്താൽ അതിമനോഹരമായി തന്നെ നമുക്ക് എഴുത്തിനിരുത്ത് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു അനുഗ്രഹമായി ദേവിയുടെ സന്നിധിയിൽ, നമ്മുടെ പുരാതനമായ ക്ഷേത്രമാണ് ഇത്, വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രം. 500 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ചരിതം ഈ ക്ഷേത്രത്തിലുണ്ട്. ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ കൊച്ചുങ്ങളെ എഴുത്തിനെഴുത്തുക. നമ്മുടെ ഇന്നിവിടെ എഴുത്താൻ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ PC രവീന്ദ്രനാഥ് അദ്ദേഹമാണ്. ആദ്യകാല ഇടുക്കിയിലെ കുടിയേറ്റ ഒരു ഡോക്ടർ കൂടിയാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ നിർമ്മിക്കുവാനുള്ള എല്ലാത്തിനും മുൻകൈ എടുത്ത, നമ്മുടെ ഇവിടുത്തെ പൈനാവായാലും വെള്ളപ്പാറയായാലും വഞ്ചിക്കോല അയ്യപ്പൻ്റെ ക്ഷേത്രമായാലും എല്ലാ ക്ഷേത്രങ്ങൾക്കും മുഖ്യമായ ഒരു കാർമ്മികത്വം വഹിച്ചിരുന്ന അദ്ദേഹമാണ് നമുക്കിപ്പോൾ ഇന്നിവിടെ നമ്മുടെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുവാൻ എത്തിയിരിക്കുന്നത്. നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുവാൻ മാതാപിതാക്കൾക്കൊപ്പം ക്ഷേത്രസന്നിധിയിലെത്തി. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് TA ആനന്ദകുമാർ, സെക്രട്ടറി PN സതീശൻ, PK ജയൻ, ഉദയകുമാർ മറ്റത്തിൽ, TP ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വിജയദശമി നാളിൽ പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടത്തിയ അത്യപൂർവമായ തൂലികാ പൂജയും പാരമ്പര്യ രീതിയിലുള്ള മണലിൽ ഹരിശ്രീ കുറിക്കലും ശ്രദ്ധേയമായി. 3 വയസ്സുകാർ മുതൽ 80 വയസ്സുകാർ വരെ മണലിൽ ഹരിശ്രീ കുറിക്കാനെത്തി. എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൂലികാ പൂജയ്ക്ക് ശേഷം പ്രസാദമായി പേനകൾ വിതരണം ചെയ്തു. ജീവിതാവസാനം വരെ അറിവ് തേടുന്നുവെന്ന തത്വം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ക്ഷേത്രത്തിൽ പാരമ്പര്യ രീതിയിലുള്ള മണലിലെഴുത്ത് വഴിപാട് നടത്തുന്നത്. വർക്കല ശിവഗിരിയിലെ പവിത്രമായ ശ്രീ ശാരദാദേവി ക്ഷേത്രസന്നിധിയിലെ പഞ്ചാരമണലാണ് പാരമ്പര്യ രീതിയിലുള്ള മണലെഴുത്തിനായി കാവിൻപുറം ക്ഷേത്രത്തിൽ വിരിച്ചിരിക്കുന്നത്. ഈ മണലും തൂലികാപൂജയ്ക്കുള്ള പേനകളും തുമ്പയിൽ രാമകൃഷ്ണൻ നായരാണ് പതിറ്റാണ്ടുകളായി വഴിപാടായി സമർപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ മേൽശാന്തി വടക്കേലില്ലം നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തൂലികാ പൂജയും വിദ്യാരംഭ ചടങ്ങുകളും നടത്തിയതിന് ശേഷമാണ് പാരമ്പര്യ രീതിയിലുള്ള മണലിലെഴുത്ത് വഴിപാട് ആരംഭിച്ചത്. പ്രമുഖ കവിയും മുൻ ഹെഡ്മാസ്റ്ററുമായ RK വള്ളിച്ചിറയായിരുന്നു മണലിലെഴുത്ത് വഴിപാടിൻ്റെ ആചാര്യസ്ഥാനം വഹിച്ചത്. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിപ്പിച്ചതും ഇദ്ദേഹമായിരുന്നു.
സ്വന്തമായി എഴുതിയ ഉമാമഹേശ്വര ചരിതം വഞ്ചിപ്പാട്ട് കവി RK ഉമാമഹേശ്വരക്ക് മുന്നിൽ പാടി സമർപ്പിച്ചു. ജോലിയിൽ നിന്നും വിരമിച്ചവരുൾപ്പെടെ അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പത്രപ്രവർത്തകർ, നിരവധി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മുതൽ മറ്റ് തൊഴിലാളികൾ, സാധാരണക്കാർ വരെ മണലിലെഴുത്ത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 3 വയസ്സുകാർ മുതൽ 82 വയസ്സുവരെയുള്ളവരാണ് ഇന്ന് കാവിൻപുറം ക്ഷേത്രത്തിൽ മണലിൽ ഹരിശ്രീ കുറിച്ചത്. ജീവിതാവസാനം വരെ അറിവ് നേടുന്നുവെന്ന ചിന്തയിലാണ് താൻ കാവിൻപുറം ക്ഷേത്രത്തിൽ പാരമ്പര്യ രീതിയിൽ മണലിൽ ഹരിശ്രീ കുറിക്കാൻ എത്തിയതെന്ന് മുക്കൂട്ടുതറയിൽ നിന്നുമെത്തിയ 82കാരി പറഞ്ഞു. മധുരഫല മഹാനിവേദ്യവും അവൽ പ്രസാദവും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് TN സുകുമാരൻ നായർ, സെക്രട്ടറി പുളിക്കൽ ചന്ദ്രശേഖരൻ നായർ, വൈസ് പ്രസിഡന്റ് PS ശശിധരൻ, ഖജാൻജി തങ്കപ്പൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ ത്രിവിക്രമൻ തെങ്ങുംപള്ളിൽ, ജയചന്ദ്രൻ വരകപ്പിള്ളിൽ, സുരേഷ് ലക്ഷ്മി നിവാസ്, CG വിജയകുമാർ, പ്രസന്നൻ കാട്ടുകുന്നത്ത്, ബാബു പുന്നത്താനം, ഗോപകുമാർ അമ്പാട്ട് വടക്കേതിൽ, TS ശിവദാസ്, R സുനിൽകുമാർ തുമ്പയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കിട്ടാനുള്ള ഒരു അനുവാദവും അതിനുള്ള ഒരു അനുഗ്രഹവും എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷത്തോടെ എനിക്ക് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ദിനം നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ്. നമ്മളെല്ലാം ആരാധിക്കുന്ന എല്ലാമായി വിശ്വസിക്കുന്ന അറിവിൻ്റെ ദേവതയായ സരസ്വതി ദേവിയുടെ ആ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യദിനമാണ് ഈ നവരാത്രി പൂജ നമുക്ക് ആചരിക്കുന്നത്. ഈ നവരാത്രി പൂജയെക്കുറിച്ച് ആർക്കവലിയുടെ ഏതാനും ഈരടികളിലൂടെ ധന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൃശ്യ ന്യൂസ്, പാലാ. നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ചു. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്തി. ചക്കുളത്തുകാവിൽ നടന്ന വിദ്യാരംഭത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പുലർച്ചെ മുതൽ ഹരിശ്രീ കുറിച്ചാണ് അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ പ്രവേശിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവിന്റെ മടിയിലിരുന്ന് തളികയിലെ അരിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ആരാധനാലയങ്ങൾക്കു പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തിവരാറുള്ള നൃത്ത സംഗീതോത്സവം സമാപിച്ചു. വിജയദശമി ദിനത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. നാവിൽ തേനും സ്വർണവും കൊണ്ട് ഹരിശ്രീ ഗണപതായ നമ ക്ഷേത്ര മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയും ചേർന്ന് കുരുന്നുകളുടെ നാവിൻ തുമ്പിൽ കുറിച്ചു. ക്ഷേത്രത്തിൽ സംഗീതാർച്ചന, തിരുവാതിര, നാടോടി നൃത്തം, കൈകൊട്ടിക്കളി, തിരുവാതിര, നാട്യാർച്ചന, കഥകളി പദങ്ങൾ തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. മഹാത്മാഗാന്ധി പകർന്നു തന്ന സന്ദേശം ഉൾക്കൊണ്ട് എല്ലാത്തരം വിഭാഗീയതകൾക്കുമെതിരെ പോരാടാൻ സമൂഹത്തിന് കഴിയണമെന്ന് മന്ത്രി VN വാസവൻ. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം നമുക്ക് നൽകിയ അതുല്യ സംഭാവനയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം പകർന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശവും ദേശാഭിമാന ബോധവുമാകണം നമ്മളെ നയിക്കേണ്ടത്. ഗാന്ധിയൻ ദർശനങ്ങളെ നെഞ്ചേറ്റി മുന്നോട്ടു പോകാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ഓരോ വിഷയത്തിലും സ്വീകരിച്ച നിലപാടുകൾ ലോകം മുഴുവൻ ഇന്നും ആദരവോടെയാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ഓരോ ഭാരതീയനും ഉത്തരവാദിത്തമുണ്ടെന്ന് ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. വിശിഷ്ടാതിഥികൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, നഗരസഭാ വൈസ് ചെയർമാൻ B ഗോപകുമാർ, നഗരസഭാ അംഗം ജയമോൻ ജോസഫ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S സഞ്ജീവ് കുമാർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ VV മാത്യു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, റവന്യൂ, എക്സൈസ്, പോലീസ്, പൊതുവിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം, പൊതുമരാമത്ത് വകുപ്പുകൾ, സാക്ഷരതാ മിഷൻ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ നടക്കും.
ആ 100ാം വാർഷികത്തിൻ്റെ അനുഭവങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഈ മഹാഭാരതം സത്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉന്നതമായ മാനവികതയുടെയും ഉദാത്തമായ മനുഷ്യ സംസ്കാരത്തിൻ്റെയും സാഹചര്യത്തെ പരിമപ്പെടുത്തിയെടുക്കാൻ സഹായിച്ച രാഷ്ട്രം നമുക്ക് നൽകിയ അതുല്യമായ സംഭാവനയായിരുന്നു മഹാത്മാഗാന്ധി. ആ സമ്പത്ത് അത് ആസ്വദിച്ചുകൂടാ. 2 മനസാക്ഷിയില്ലാത്ത ആനന്ദം അത് ആനന്ദമല്ല. 3 ധാർമ്മികതയില്ലാത്ത വ്യാപാരം അത് വ്യാപാരമല്ല. 4 മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം അത് ശാസ്ത്രമല്ല. 5 വ്യക്തിത്വമില്ലാത്ത അറിവ് അത് അറിവല്ല. 6 ത്യാഗമില്ലാത്ത മതം അത് മതമല്ല. 7 ആദർശമില്ലാത്ത രാഷ്ട്രീയം അത് രാഷ്ട്രീയമല്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫിലോസഫിയെ മുന്നോട്ട് വെച്ച ഏറ്റവും മൂല്യാധിഷ്ഠിതമായ സന്ദേശങ്ങൾ. ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നിശ്ചയമായും ഒരൊറ്റ ജനത, ഒരൊറ്റ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിൽ ദേശാഭിമാന പ്രചോദനമായ എല്ലാ കാഴ്ചപ്പാടോടും കൂടി ഭാരതം എന്ന് കേട്ടാൽ അഭിമാനഭൂരിതനാകണം, അന്തരംഗങ്ങളിൽ കേരളം എന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര നിരമ്പുകളിൽ ആകെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രപിതാവിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപദേശ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയിലെ വികസന പദ്ധതികളെ കോടതിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നതായി ഡോക്ടർ എൻ ജയരാജ് MLA. ബൈപ്പാസിന്റെ കാര്യത്തിലടക്കം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് പേർക്ക് താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും MLA പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിന്റെ കാര്യത്തിൽ ചിലർ കോടതിയെ സമീപിക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ നിർമ്മാണം തുടരാമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചതെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. സ്റ്റേ കിട്ടിയെന്നാണ് കോടതിയെ സമീപിച്ചവർ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇതുവരെ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്ന് മാറ്റരുതെന്ന് മാത്രമാണ് കോടതി ഉത്തരവെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു. ഫ്ലൈ ഓവറും ഈ 36 കടകളും അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പൂന്തോട്ടം പോലെയൊക്കെയാണ്. അപ്പോൾ അവിടെ ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെയുള്ള ഇടമായിട്ടാണ് അതിൻ്റെ പൂർണ്ണ ഡിസൈനിങ് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ട്, പ്രത്യേകിച്ച് ഒരു വലിയ വരുമാന നാളുകളിൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടാവുന്ന രൂപത്തിൽ ഉള്ള ഡിസൈൻ സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിൻ്റെ ഇപ്പോഴും നമ്മൾ ഈ മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അത് കിഫിയിൽ നിന്ന് തന്നെ പണം അനുവദിച്ച് അതിൻ്റെ പ്രൊട്ടക്ഷൻ വാളെല്ലാം ചെയ്യാനായിട്ടുള്ള നടപടികളായിട്ടുണ്ട്. അത് ഇവിടെ മണ്ണെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ ആ കാര്യങ്ങൾ ചെയ്യും എന്നുകൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ റീടെൻഡർ നടപടികൾക്ക് മുന്നോടിയായി സാങ്കേതിക അനുമതി ഉടൻ ലഭിക്കും. 2025 തന്നെ പണികൾ പുനരാരംഭിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് പോലെയല്ല പദ്ധതികൾ രൂപീകരിക്കുന്നതെന്നും നടപ്പാക്കുന്നതും. ഇതിന് പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർണ്ണതോതിൽ പൂർത്തിയാകുന്നതോടെ മനോഹരമായ മന്ദിരമായി മാറുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. പുതിയ പഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വികസന രേഖ ആസൂത്രണ സമിതി അംഗം സജിൻ വട്ടപ്പള്ളിക്ക് നൽകി ഡോക്ടർ എൻ ജയരാജ് പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജോ വാളാന്തർ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു മാത്യു നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ഷാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷക്കീല നസീർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമി ഇസ്മയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു ചക്കാല, റാണി ടോമി, VN രാജേഷ്, BR അൻഷദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പും മണ്ഡലം MLAയുമായ ഡോക്ടർ എൻ ജയരാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.5 കോടി രൂപ വിനിയോഗിച്ചാണ് 3 നിലകളിലായുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായ ആദ്യ നിലയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തിയത്. ലിഫ്റ്റ് അടക്കം ആധുനിക സംവിധാനമുള്ള 16,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന ഈ കെട്ടിടത്തിൽ പഞ്ചായത്ത് ഓഫീസ്, VEO ഓഫീസ്, LSGD വിഭാഗം, കുടുംബശ്രീ ഓഫീസ്, MLA ഓഫീസ് എന്നിവയ്ക്ക് പുറമെ വിവിധ സേവന കേന്ദ്രങ്ങൾ, കഫേ, ഷോപ്പ് തുടങ്ങിയവയുണ്ടാകും. ഡിസംബർ മാസത്തോടെ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറ്റും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. എയ്ഡഡ് മേഖലയിൽ ഭിന്നശേഷിക്കാരുടെ നിയമന വിഷയത്തിൽ സർക്കാർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത് ദുഃഖകരമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചങ്ങനാശ്ശേരി CSI കൺവെൻഷൻ സെന്ററിൽ നടന്ന CSI മധ്യകേരള മഹായിടവക അൽമായ ഫെലോഷിപ്പിന്റെ സുവർണ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലെന്ന കാരണം പറഞ്ഞ് ഭിന്നശേഷിക്കാരുടെ നീതി നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. ആർക്കും കൊടുക്കാത്ത ആനുകൂല്യങ്ങൾ തങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും എന്നാൽ സമത്വം ഒരു പൗരന്റെ
അടിസ്ഥാന അവകാശമാണെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കൂ എന്ന് ഒരു ജനാധിപത്യ സർക്കാർ പറയുന്നത് ദുഃഖകരമാണെന്നും സർക്കാരിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് കേസിന് പോകാത്തതെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. 1 വർഷം മുൻപ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. അന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നുവെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. ഇപ്പോഴും സർക്കാരുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൈസ്തവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും തരണ്ട, ഈ ഭരണഘടന നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു തന്നാൽ മതി. ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു പ്രത്യേക പരിഗണന ഭരണഘടന തന്നിരിക്കുന്നത് ഇന്ത്യ എന്ന ആ യാഥാർത്ഥ്യത്തെ എന്നും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഭാരതം എന്ന ആ ഒരു യാഥാർത്ഥ്യം എന്താണ്? അത് വ്യത്യസ്തതകളിലെ ഏകത്വമാണ്. അതുകൊണ്ട് ഏറ്റവും ചെറിയ സമൂഹമാണെങ്കിലും ആ സമൂഹം നിലനിൽക്കണം, അതിന്റെ ആചാരങ്ങൾ നിലനിൽക്കണം, അതിന്റെ വിശ്വാസങ്ങൾ നിലനിൽക്കണം. അതാണ് ഭരണഘടനയുടെ മനസ്സ്, അത് നിലനിർത്തണം. നമുക്ക് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ, വേറെ ആർക്കും കൊടുക്കാത്ത ആനുകൂല്യങ്ങളൊന്നും വേണ്ട. പക്ഷേ സമത്വം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ അവകാശമാണ്. നമ്മളിപ്പോൾ ഈ അഭിമന്യ പിതാവ് ഉയർത്തിയ ഈ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ നമ്മുടെ ഒത്തിരി അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു മാനേജ്മെന്റ് കേസിന് പോയി അവർക്ക് അത് അനുവദിച്ചു സുപ്രീം കോടതി, എന്നിട്ട് പറഞ്ഞു ഇത് മറ്റു മാനേജ്മെന്റുകൾക്കും ഇത് നൽകുന്നതിൽ തടസ്സമില്ലെന്ന് സുപ്രീം കോടതി പറയുന്നു. പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ വീണ്ടും സുപ്രീം കോടതിയിൽ പോയിക്കൊള്ളാൻ ഒരു ജനാധിപത്യ സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് ദുഃഖകരമാണ്. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മധ്യകേരള മഹായിടവക അധ്യക്ഷൻ ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാനും ഭിന്നശേഷി വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് ഭിന്നശേഷിക്കാർക്ക് നീതി നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലായിരിക്കാം, ഒരുപക്ഷെ അതായിരിക്കാൻ കാരണം എന്നുമായിക്കോട്ടെ, ഇത് നീതി നിഷേധമാണ്. സർക്കാരുകൾ നീതി നിർവഹിക്കേണ്ടവരാണ്, നീതി നടപ്പിലാക്കേണ്ടവരാണ്, എല്ലാവർക്കും തുല്യനീതി നൽകേണ്ടവരാണ്. ഇവിടുത്തെ വേറൊരു വിഭാഗം മാനേജ്മെന്റ് സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിച്ചു. അവർക്ക് ഗവൺമെന്റ് അത് അംഗീകരിച്ചു നൽകി. അതിനുശേഷമോ ക്രൈസ്തവ മാനേജ്മെന്റുകളും CSI മാനേജ്മെന്റും ഉൾപ്പെടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അനുകൂലമായി വിധി ലഭിച്ചു, ഗവൺമെന്റ് നൽകി. പക്ഷെ അത് അംഗീകരിച്ച് നൽകുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു. ശക്തമായി അപലപിക്കണം, ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. കൊല്ലം കൊട്ടാരക്കര മഹായിടവക ബിഷപ്പ് ജോസ് ജോർജ് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, ബിഷപ്പ് തോമസ് കെ ഉമ്മൻ, ബിഷപ്പ് തോമസ് സാമുവൽ, മഹായിടവക അൽമായ ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി ജോൺസൺ P. കുരുവിള, വൈസ് പ്രസിഡന്റ് മത്തായിച്ചൻ ഈട്ടിക്കൽ, ജോയിന്റ് സെക്രട്ടറി സോളമൻ ജോസഫ്, ട്രഷറർ പ്രൊഫസർ ജോർജ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. മഹായിടവകയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള 1000-ലധികം അൽമായ പ്രതിനിധികൾ, മഹായിടവക ഭാരവാഹികൾ, അൽമായ ഫെലോഷിപ്പ് ഭാരവാഹികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ദുരന്തങ്ങളിൽ സർവ്വതും നഷ്ടമായവരെ ചേർത്ത് പിടിക്കാൻ നാടൊന്നാകെ ഒരുമിക്കുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രളയത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് നഷ്ടമായവർക്ക് കാഞ്ഞിരപ്പള്ളി വട്ടകപ്പാറയിൽ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എല്ലാവരും കൈകോർത്തു എന്നതാണ് വട്ടകപ്പാറ പിച്ചകപ്പള്ളി മേട്ടിലെ ഭവന പദ്ധതിയുടെ വിജയമെന്നും VD സതീശൻ പറഞ്ഞു. പ്രളയത്തിൽ ദുരിതബാധിതരായവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ നാടിൻ്റെ മഹത്വമാണിത്. മരിക്കുമ്പോഴല്ല മണ്ണ് വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് മണ്ണും വീടും വേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള സങ്കടം നമുക്ക് കാണാൻ കഴിയണമെന്നും VD സതീശൻ പറഞ്ഞു. കൈകോർക്കാം, വീടൊരുക്കാം എന്നത് എങ്ങനെയാണ് നിങ്ങൾ കൈകോർത്തത് എന്ന് ഈ പരിപാടി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും കൈകോർത്തിരിക്കുന്നു എന്നുള്ളതാണ്, എല്ലാവരും കൈകോർത്തിരിക്കുന്നു. അതാണ് ഈ മഹനീയമായ സംരംഭം. ഒരു പ്രളയത്തിൽ ദുരിതബാധിതരായ ആളുകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഈ നാടിന്റെ മഹത്വമാണ് എനിക്കിവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ടത്. അതിന് നേതൃത്വം കൊടുത്തത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഒരു ജനപ്രതിനിധിക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചാൽ, എല്ലാവരെയും ചേർത്ത് നിർത്തിയാൽ
എന്ത് കാര്യവും നടത്താൻ പറ്റുമെന്നുള്ള ലോകത്തോടുള്ള പ്രഖ്യാപനമായി ഞാൻ ഈ പദ്ധതിയെ കാണും. ഇത് കേവലം 6 വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഒരു പദ്ധതി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സന്ദേശം ഈ പദ്ധതിയുണ്ട്. ഒരു നാടിൻ്റെ ഐക്യവും സ്നേഹവും പരസ്പര ബന്ധവും സഹായിക്കണമെന്നുള്ള ചിന്തയും ജനപ്രതിനിധികളുടെ ആത്മാർത്ഥതയും എല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടായ ഒരു വലിയ പങ്കാളിത്തമാണ്. യോഗത്തിൽ കൈകോർക്കാം വീടൊരുക്കാം പദ്ധതിയുടെ ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് സുനിൽ തേനമാക്കൽ അധ്യക്ഷത വഹിച്ചു. ആൻഡോ ആൻ്റണി MP, ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ഷാജൻ, കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, ഇമാം ഡോക്ടർ അർഷദ് മൗലവി, സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി എന്നിവർ സംസാരിച്ചു. 2021 ഒക്ടോബറിലുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലുമാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 10-ാം വാർഡിലെ വട്ടകപ്പാറ മലയടിവാരത്ത് പിച്ചകപ്പള്ളിമേട്ടിൽ താമസിച്ചിരുന്ന 9 കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടത്. കാഞ്ഞിരപ്പള്ളി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചാണ് കൈകോർക്കാം വീടൊരുക്കാം എന്ന പദ്ധതിക്ക് രൂപം നൽകുകയും ഇവരിൽ 6 പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തത്. സാധാരണക്കാർ മുതൽ വ്യവസായികൾ വരെ പദ്ധതിയുമായി കൈകോർത്തു. കുടുംബാംഗങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും 1/2 കിലോമീറ്റർ മാറി 40 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി. 1 സെൻറ്റ് സ്ഥലം ഉടമ സൗജന്യമായും നൽകി. 3.5 സെൻറ്റ് വീതമുള്ള 6 പ്ലോട്ടുകളിലായി 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, ശുചിമുറി, സിറ്റ് ഔട്ട് എന്നിവയുൾപ്പെടെയുള്ള 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള 6 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ വീടുകളുടെ താക്കോൽദാനത്തിനൊപ്പം മറ്റ് 3 കുടുംബങ്ങൾക്ക് 35 സെൻറ്റ് വീതം സ്ഥലവും കൈമാറി. ഇതൊരു നന്മയുടെ മുഖമാണ്. എല്ലാ അർത്ഥത്തിലും നാട് കൈകോർത്തതിൻ്റെ അർത്ഥവത്തായ ഒരു പ്രകാശനമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ 6 വീടുകളും ഇനി നിർമ്മിക്കാനിരിക്കുന്നവയും. ആദരണീയനായ അഡ്വക്കേറ്റ് സുനിൽ തേനമാക്കൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിന് മനോഹരമായൊരു മാതൃക നമ്മുടെ മുമ്പിൽ ഇതാ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സമൂഹത്തിൻ്റെ കാവൽക്കാരാണ് വയോജനങ്ങളെന്ന് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്. ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ കേരള ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച വയോജന ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സിറിയക് തോമസ്. സമൂഹത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുവാൻ ചുമതലയുള്ളവരാണ് വയോജനങ്ങൾ. രാജ്യത്ത് എന്തിനും രാഷ്ട്രീയ പരിഗണനയാണ് മുന്നിലെന്നും സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയമില്ലെന്നും ആര് ഭരിച്ചാലും ഭരിക്കേണ്ടതുപോലെ ഭരിക്കണമെന്ന് പറയാനുള്ള അവകാശം വയോജനങ്ങൾക്കുണ്ടെന്നും ഭരണത്തിൽ ഭരിക്കുന്നവർ കാണിക്കേണ്ട മാന്യതയും മര്യാദയും കാണിക്കുന്നില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ചുമതലയാണ് മുതിർന്ന പൗരന്മാർക്കുള്ളതെന്നും ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ K. രാധാകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാഴൂർ SVR NSS കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TV മുരളി വല്ലഭൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ വർക്കിംഗ് പ്രസിഡന്റ് N. അരവിന്ദാക്ഷൻ നായർ, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൗലി ജോർജ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസ് ചന്ദർ, അഡ്വക്കേറ്റ് VR ബാലകൃഷ്ണൻ നായർ, കുറൂർ വാസുദേവൻ നമ്പൂതിരി, സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ VV സോമൻ, സെക്രട്ടറി ജനറൽ ലതാങ്കൻ മരുത്തടി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിജയദശമി ദിനത്തിൽ നിരവധി കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു. മഹാനവചണ്ഡികാ ഹോമത്തോടെയായിരുന്നു കങ്ങഴ ഭദ്രവിളക്ക് കർമ്മ സ്ഥാനത്ത് വിജയദശമി ദിനാഘോഷം. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ചണ്ഡികാ ഹോമത്തിന് ഭദ്രദീപം തെളിയിച്ചു. കുരുന്നുകൾക്ക് അറിവിൻ്റെ ലോകത്തേക്കുള്ള ചുവടുവയ്പായി വിജയദശമി ദിനം. ചങ്ങനാശ്ശേരി മേഖലയിലെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക ആധ്യാത്മിക കേന്ദ്രങ്ങളിലും കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വ്രതശുദ്ധിയുടെയും ദേവി ഉപാസനയുടെയും 11 ദിനരാത്രങ്ങൾക്ക് സമാപനം കുറിച്ചാണ് വിജയദശമി നാളിൽ കങ്ങഴ ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് വിവിധ ചടങ്ങുകൾ നടന്നത്. രാവിലെ ഭദ്രവിളക്കമ്മയുടെ മാന്ത്രിക ഗ്രന്ഥം പുറത്തേക്ക് എഴുന്നള്ളിച്ചു.
വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. നിരവധി കുരുന്നുകൾ അമ്മയ്ക്ക് മുന്നിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. മൂലപ്രകൃത്യായേ നമഃ ആദികൂർമായേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൂർമായ നമഃ, അനന്തായേ നമഃ, പ്രതിവയ്യേ നമഃ, പമ്പത്മായ നമഃ, പരാശക്തിയേ നമഃ, ഭദ്രോളക്കമ്മ. ഓം ഹരിശ്രീ ഗുരുദായേ നമഃ, അഗ്നമസ്ത്വേ നമഃ. തുടർന്ന് മന്ത്രദീക്ഷാദാനം നടന്നു. സർവൈശ്വര്യത്തിനായി വർഷത്തിലൊരിക്കൽ മാത്രം നടത്തിവരുന്ന മഹാനവചണ്ഡിക ഹോമം ഭക്തി നിർഭരമായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ചണ്ഡികാ ഹോമത്തിന് ഭദ്രദീപം തെളിയിച്ചു. കർമ്മസ്ഥാനം മഠാധിപതി ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും വടവാതൂർ കുഞ്ഞുഞ്ഞി ശാന്തികളുടെയും പറാൽ സുബിൻ ശാന്തികളുടെയും സഹകാർമ്മികത്വത്തിലുമായിരുന്നു ചണ്ഡികാ ഹോമം. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സാംസ്കാരിക സമ്മേളനത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട് അധ്യക്ഷനായിരുന്നു. മധുദേവാനന്ദ തിരുമേനികൾ മുഖ്യ പ്രഭാഷണവും ഭദ്രവിളക്ക് കർമ്മസ്ഥാനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗീതാരാമൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CV തോമസ് കുട്ടി, AM മാത്യു ആനിത്തോട്ടം, ഭദ്രവിളക്ക് കർമ്മസ്ഥാനം പ്രസിഡന്റ് ഗീതാമണി കോട്ടയം, സെക്രട്ടറി ഹരികൃഷ്ണൻ ഇളംകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ കലാശ്രേഷ്ഠ പുരസ്കാരം കലാഭവൻ മണികണ്ഠനും, കലാരത്ന പുരസ്കാരം പ്രഭാകരൻ കോടാലിയും, കർഷകരത്ന പുരസ്കാരം മനോജ് ഒളശയും, കർഷക ജീവ പുരസ്കാരം താഹ സാഹിബ് പത്തനാടും, ജ്ഞാനശ്രീ പുരസ്കാരം മോഹൻദാസ് പനക്കാത്തറയും ചടങ്ങിൽ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ സഹായനിധിയും ചടങ്ങിൽ വിതരണം ചെയ്തു. വൈകിട്ട് കർമ്മസ്ഥാനത്ത് മഹാദീപാരാധനയും ദീപക്കാഴ്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.